വളരെ ക്ഷീണിച്ച് ഒരു മയക്കത്തിലേക്ക് വീഴും നേരമാണ് നിലയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. കണ്ണൊന്ന് തുറന്ന് ആ ഫോൺ തപ്പിയെടുക്കാൻ പോലും അവൾ മടിച്ചു. ഇന്ന് 3 ഹോട്ടലുകൾ റീഓപ്പൺ ആയിരുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയ അലച്ചിൽ തീർന്നു വന്ന് കിടക്കുമ്പോൾ രാത്രി ഒരുപാട് കടന്നിരുന്നു. 3 സമയത്തായി 3 ഹോട്ടലിനെ റീഓപ്പൺ വളരെ നല്ല രീതിയിൽ നടന്നു. ബ്രിഡ്ജ് സൈഡിലെ ഹോട്ടൽ റീഓപ്പൺ കുറച്ച് ഗ്രാൻഡ് ആയിട്ടാണ് നടത്തിയത്. ആ ഫംഗ്ഷൻ രാത്രിയായിരുന്നു. നകുലൻ ആദ്യം തുടങ്ങിയ ഹോട്ടലാണത്. പിന്നീട് ഇതിൽ നിന്നുള്ള വരുമാനത്തിലാണ് ബാക്കി 2 ഹോട്ടലും തുറന്നത്. രാഷ്ട്രീയ നേതാക്കളടക്കം പ്രമുഖർ പങ്കെടുത്ത ഫംഗ്ഷനായിരുന്നു അത്. വിശ്വത്തും വിജയനും പ്രസന്നനും ഫംഗ്ഷനെത്തിയിരുന്നു. എല്ലാം കഴിഞ്ഞു അച്യുതനും നിലയും ജിതിനും വീടെത്തുമ്പോൾ 1:30 കഴിഞ്ഞിരുന്നു. നീലിമയെയും മോനെയും ഒറ്റയ്ക്കാക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മമ്മയും ഷീജയും രാത്രി ഫംഗ്ഷന് വന്നില്ല. പകൽ നടന്ന ഫംഗ്ഷന് വന്ന് പോവുകയാണ് അവർ ചെയ്തത്. രാവിലെ കുറച്ചധികം താമസിച്ചുണർന്നു വന്ന നിലയെ അമ്മമ്മ ഇത്തിരി കലിപ്പിട്ട് നോക്കി. ഇന്നലെ ഇത്തിരി ക്ഷീണമായി അമ്മമ്മേ, അതാ എണീക്കാൻ വൈകിയത്. ദേ അച്ചു, മുന്നേ എങ്ങനെയാണോ ഹോട്ടൽ നടത്തിയത് അതുപോലെ തന്നെ നോക്കി നടത്താൻ ആരെങ്കിലും വെച്ചോ. അല്ലാതെ ഈ പെണ്ണിനായിട്ട് ഓടിക്കാൻ നിൽക്കണ്ട. 2 ദിവസം കൊണ്ട് കോലം കണ്ടാ മതി. കല്യാണത്തിന് മാസം ഒന്നുള്ളൂ. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടമ്മേ. മുകുന്ദന്റെ പരിചയത്തിലുള്ള 2 പേരെ 2 മാനേജറായി നിയമിച്ചിട്ടുണ്ട്. 2 ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള പയ്യന്മാരാണ്. അവിടെ 2 ആഴ്ചയിൽ 2 ദിവസം പോയി കാര്യങ്ങളൊന്നും നോക്കി പോന്നാൽ മതിയാകും. പിന്നെ ബ്രിഡ്ജ് സൈഡിലെ ഹോട്ടലിൽ എന്നും പോകാതെ പറ്റില്ല. അവിടെ നല്ലോണം കസ്റ്റമേഴ്സ് വരുന്നതാ. പിന്നെ ഷെഫ്മാരും സ്റ്റാഫും പുതിയതാണ്. കുറച്ചു നാളത്തേക്ക് നല്ല ശ്രദ്ധ എന്തായാലും വേണം. അതൊക്കെ എന്താന്ന് വെച്ചായിക്കോ. ഇവളായിട്ട് അധികം ഓടിക്കാൻ നിൽക്കണ്ട എന്താ പറഞ്ഞത്. എന്റെ അമ്മമ്മേ, ഇതൊക്കെ ഒരു ഓട്ടമാണോ? ഇതിന്റെ എത്ര ഇരട്ടി അച്ഛൻ ഓടിയിട്ടുണ്ടാവും ഈ ഹോട്ടലിൽ ആരംഭിക്കാൻ നടത്താനും. എനിക്കിത് മുന്നോട്ട് നല്ലോണം കൊണ്ടുപോകണം. അച്ഛൻ ആഗ്രഹിച്ചതും കൂടി നന്നായി തന്നെ. നിലയുടെ ആ പറച്ചിലിൽ ആർക്കും ഒന്നും പറയാൻ ഇല്ലാതായി. ജിതിനേട്ടനോ? നില അച്യുതനടുത്തേക്ക് ഇരുന്നുകൊണ്ട് തിരക്കി. അവനും എണീറ്റിട്ടില്ല. ഷീജ നിലയ്ക്ക് ഗ്ലാസ് ചായ കൊണ്ട് വന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇന്നലത്തെ ക്ഷീണം കാരണം അച്യുതനും ജിതിനും ഇന്ന് ലീവാക്കി. എന്തായാലും നിങ്ങൾ രണ്ടാളിന്ന് പോണില്ലല്ലോ. അവൻ എണീക്കുമ്പോ അവനെ കൂട്ടി അവിടെ വീട്ടിലൊന്ന് ചെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഏർപ്പാട് നോക്ക്. ദിവസങ്ങൾ പെട്ടെന്ന് പോകും. അത് ഇന്ന് തന്നെ ചെയ്യാമേ. പെയിന്റ് ചെയ്യാനുള്ള ആളെ ഏർപ്പാടാക്കണം. ആ സംസാരം നീണ്ടുപോവെ നീലിമയും മോനും കൂടെ എത്തി. കുഞ്ഞിച്ചക്കൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ടുണ്ട്. നില മോനെയും ഒന്ന് കളിപ്പിച്ചിട്ട് 2 ദിവസമായി. അവൾ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കല്യാണത്തിന്റെ ചർച്ചകളിൽ നീലിമയും സജീവമായ അഭിപ്രായം പറയുന്നുണ്ട്. കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുമ്പോഴും അവിടെ സംസാരം നില കേൾക്കുന്നുണ്ട്. ജിതൻ കൂടി എഴുന്നേറ്റ് വന്ന ശബ്ദം കേൾക്കാം. കല്യാണത്തിന് തിരക്ക് കൂട്ടുന്ന വിശ്വസിനെ പറ്റി പറഞ്ഞ് ചിരിക്കുകയാണ് ആള്. ആ സംസാരം കേൾക്കെ നിലയ്ക്കും ചിരി വന്നു. ഇന്നലെ രാത്രി എപ്പോഴോ കേട്ട ഫോണിന്റെ മുഴക്കം അവനാകുമെന്ന് അവൾക്കറിയാം. ഇപ്പൊ തിരിച്ചു വിളിച്ചാലും ആള് ക്ലാസ്സിലാകും. മോനെയും ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുത്ത് വിശ്വസിന് അയച്ചു കൊടുത്തു. ലഞ്ച് ബ്രേക്ക് ആവണം അവൻ ആ പിക്ക് കാണാൻ എന്നറിയാവുന്നതുകൊണ്ട് ഫോൺ മാറ്റി വെച്ച് കുഞ്ഞിലേക്ക് മാത്രമായി അവളുടെ ശ്രദ്ധ. ഉച്ചയ്ക്ക് ശേഷം അച്യുതനും ജിതിനും നിലയും ഒന്നിച്ചാണ് അവളുടെ വീട്ടിലേക്ക് പോയത്. ഇപ്പൊ കുറച്ച ഇങ്ങോട്ടൊരു ശ്രദ്ധ കൊടുക്കാൻ ആർക്കും സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ പുല്ല് കയറി പറമ്പാകെ കാട് പിടിച്ച ഒരു പരുവമായി. ഇതൊന്ന് വെട്ടിത്തെളിച്ചെടുക്കാൻ തന്നെ 2 ദിവസം സമയമെടുക്കും. അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ് ഇതുപോലെ കാട് കയറിയത് കണ്ട് നിലയ്ക്ക് വേദന തോന്നി. ഇനി ഈ വീടിനെ അനാഥമാക്കിയിട്ടില്ലെന്ന് അവൾ മനസ്സാലെ ഉറപ്പിച്ചു. ജിതിൻ അപ്പോൾ തന്നെ വീട് ക്ലീൻ ചെയ്യാനും പെയിന്റ് ചെയ്യാനും അവന് പരിചയത്തിലുള്ള ഒരു ടീമിനെ ഏൽപ്പിച്ചു. ഒരാഴ്ച കൊണ്ട് എല്ലാം സെറ്റാക്കി തരാമെന്ന് അവർ ഉറപ്പു പറയുകയും ചെയ്തു. ആകെ പൊടി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ അച്യുതൻ മുടക്കം പറഞ്ഞെങ്കിലും നില നിർബന്ധം പിടിച്ച് അകത്തേക്ക് കയറി. സത്യം പറഞ്ഞാൽ നില പോയതിൽ പിന്നെ ആരും കാര്യമായി അവിടേക്ക് ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആകെ പൊടി പിടിച്ചിരിക്കുന്നു അകവും. ഉള്ളിലേക്ക് കയറിയതും ഓർമ്മകളുടെ ഒരു കൂമ്പാരം തന്നെ അവളെ പൊതിഞ്ഞു. സന്തോഷം നിറഞ്ഞ അനേകായിരം നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിലെ സന്തോഷം എല്ലാം ചെന്നവസാനിക്കുന്നത് അങ്ങേ അറ്റം ഉള്ള നോവുന്ന നിമിഷങ്ങളിലേക്കും. ലിവിംഗ് റൂമിൽ ഹാം ചെയ്ത അച്ഛനും അമ്മയ്ക്കുമുള്ള ഫോട്ടോയിൽ മിഴി നിറച്ച് നോക്കി നിന്നുപോയി നില. അവളുടെ ആ നിൽപ്പ് ജിതിനും സഹിക്കാനാവുന്നതല്ല. അച്യുതനും എല്ലാത്തിനും ആളെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോരാൻ തിടുക്കം തോന്നി. പിന്നെ അധികം നേരം അവിടെ നിൽക്കാതെ അവളെയും കൂട്ടി അവര് പോന്നു. നിലയുടെ മൂടിക്കെട്ടിയ മൂടുന്ന ശരിയാക്കാൻ എന്ന് പറഞ്ഞു അവളെയും കൂട്ടി ഒരു ഡ്രൈവിന് പോകുമ്പോൾ വേറെ ഒരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു ജിതിന്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.